മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. റവന്യൂ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സണ്ണി ജോസഫിന്റെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ആഹ്ലാദത്തിൽ. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആദ്യമായി മന്ത്രിയാകുമ്പോൾ സണ്ണി ജോസഫിന്റെ സഹോദരങ്ങൾ മട്ടന്നൂരിലെ വീട്ടിലിരുന്നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ടിവിയിലൂടെ കണ്ടത്. സണ്ണി ജോസഫ് എന്ന ഞാൻ കേന്ദ്ര സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതുമായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ പുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രിസഭയിലെ പുതുമുഖമാണ്. മുഖ്യമന്ത്രിയെ പോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു മന്ത്രി പോലും ആകാതെ നേരിട്ട് വി ഡി സതീശൻ എത്തുന്ന പോലെ തന്നെ മന്ത്രിസഭയിലേക്ക് ആദ്യത്തെ ഊഴമാണ് സണ്ണി ജോസഫിന്. 4ാം വട്ടമാണ് പേരാവൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത്. മട്ടന്നൂർ ഗാന്ധി റോഡിലെ വടക്കേക്കുന്നേൽ വീട്ടിൽ അഭിഭാഷകനായ ജോഷി ജോസഫിന്റെ വീട്ടിൽ നിന്നാണ് സത്യപ്രതിജ്ഞ വീക്ഷിച്ചത്. സണ്ണി ജോസഫിന്റെ മറ്റ് സഹോദരങ്ങളായ ഷീബ, ഷെല്ലിയുടെ ഭർത്താവ് മത്തായി, ജോഷി ജോസഫിന്റെ ഭാര്യ മാധുരി എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുണ്ടായിരുന്നു. സണ്ണി ജോസഫ് മന്ത്രിയായതിനാൽ വളരെ സന്തോഷമുണ്ടെന്നും കുടുംബം പറഞ്ഞു. സന്തോഷം പങ്കിട്ടും മധുരവും വിതരണം ചെയ്തു. ആരാധനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ദൈവനിയോഗമായിട്ട് കാണുന്നു. ഇതിന് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച എല്ലാ സഹപ്രവർത്തകരോടും നല്ലവരെ നാട്ടുകാരോടും കുടുംബത്തിലുള്ള അധോമായ നന്ദിയും കടപ്പാടും ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച 4ാം തവണയാണ് നിയമസഭയിൽ എത്തുന്നത്. സണ്ണി ജോസഫിന്റെ ഭാര്യയും മക്കളും തിരുവനന്തപുരത്ത് പോയിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ചക്കരക്കൽ. LKG, UKG 1 മുതൽ 10 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ചക്കരക്കൽ.